നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് ഇനി എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കൃത്യമായിട്ട് ഉത്തരം ചെയ്യാൻ സാധിക്കും എന്നുറപ്പാണ്. അപ്പോൾ ഈ എപ്പിസോഡ് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വരുന്ന LDC എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, PSC ഇനി ഏതു പരീക്ഷ നടത്തിയാലും ആ പരീക്ഷയ്ക്ക് വേണ്ടിയെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, ഉറപ്പായിട്ടും മനസ്സിലാക്കി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് വൈക്കം സത്യാഗ്രഹം. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നോക്കാം. നമുക്ക് വേഗം തന്നെ എപ്പിസോഡിലേക്ക് കടക്കാം. 1924 മാർച്ച് മാസം 30-നാണ് എന്ത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924 മാർച്ച് മാസം 30-ന് ആരംഭിച്ചു വൈക്കം സത്യാഗ്രഹം. തുടങ്ങിയിട്ട് 603 ദിവസം നീണ്ടുനിന്ന അയിത്തത്തിനെതിരായ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. ഒന്ന്, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് മാസം 30-ന്. 603 ദിവസമാണ് ഈ സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഇത് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് നടന്നത്. അപ്പോൾ ഏത് ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ്. അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെ അവകാശങ്ങൾക്കായിട്ടുള്ള ആദ്യ ആസൂത്രിത പ്രക്ഷോഭമാണ് കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും. അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെ അവകാശങ്ങൾക്കായിട്ടുള്ള ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം 1924. 1923 ഡിസംബറിൽ കാക്കിനാട് സമ്മേളനത്തിൽ എന്താണ്, അയിത്തോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരൊരു പ്രമേയം പാസ്സാക്കി. അതുപോലെ തന്നെ KPCC അയിത്തത്തിനെതിരെ ഒരു പ്രക്ഷോഭത്തിന് രൂപം നൽകുകയുമുണ്ടായി. ഈ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണെന്ത്, അതാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട തുടക്കമായത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരവും ഏതാണ്, വൈക്കം സത്യാഗ്രഹം തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരവും. സമ്മേളനം ഗാന്ധിജി അഭിസംബോധന ചെയ്യുകയുണ്ടായി. അത് 1925 മാർച്ച് മാസം 10-ാം തീയതിയാണ് വൈക്കം സത്യാഗ്രഹത്തെ ഗാന്ധിജി എന്ത് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ വൈക്കം സത്യാഗ്രഹം എന്താണ്, നിർത്തിവെച്ച വൈക്കം സത്യാഗ്രഹം പുനരാരംഭിച്ചത് 1924 ഏപ്രിൽ 7-നാണ്. എന്താണ്, ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ച ഈ സമരം പുനരാരംഭിച്ചത് 1924 ഏപ്രിൽ 7-നാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ 2-ാം തവണയുള്ള കേരളത്തിലേക്ക് എത്തിയത്, അദ്ദേഹത്തിൻ്റെ വരവെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതൃത്വം TK മാധവനായിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് N കുമാരനാണ്. അതുപോലെ തന്നെ മധുര മുതൽ വൈക്കം വരെ വൈക്കം സത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജാഥ നടത്തിയത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്തെ ദിവാൻ T രാഘവയ്യയായിരുന്നു തിരുവിതാംകൂർ ദിവാൻ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ME വാട്സ് ആണ് തിരുവിതാംകൂർ ദിവാനായിരുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തന്നെ സവർണ ജാഥ നടത്തിയത് മന്നത്തു പത്മനാഭനാണ്. അതിന് നിർദ്ദേശം നൽകിയത് ഗാന്ധിജിയാണ്. 23,000 പേര് ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കപ്പെട്ടത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്, ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമുക്ക് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നോക്കാം. 1924 മാർച്ച് 30-ന് തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന അയിത്തത്തിനെതിരായ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ടത്. അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെ അവകാശങ്ങൾക്കായിട്ടുള്ള ആദ്യ ആസൂത്രിത പ്രക്ഷോഭമാണിത്.
അതുപോലെ തന്നെ 1923 ഡിസംബറിൽ നടന്ന കാക്കിനാട് സമ്മേളനത്തിൽ അയിത്തോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രമേയം അവതരിപ്പിക്കുകയും KPCC അയിത്തത്തിനെതിരെ പ്രക്ഷോഭത്തിന് രൂപം നൽകുകയൊക്കെ ചെയ്തു. ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കത്തിന് കാരണമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരവും വൈക്കം സത്യാഗ്രഹമാണ്. സമ്മേളനം ഗാന്ധിജി അഭിസംബോധന ചെയ്തത് 1925 മാർച്ച് 10-നാണ്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ച സമരം പുനരാരംഭിച്ചത് 1924 ഏപ്രിൽ 7-നാണ്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹമാണിത്. 2ാം തവണ ഗാന്ധി കേരളത്തിലെത്തിയത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. പ്രധാന നേതൃത്വം വഹിച്ചത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് N കുമാരനാണ്. മധുര മുതൽ വൈക്കം വരെ ഇതിനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് ജാഥ നടത്തിയത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ T രാഘവയ്യയായിരുന്നു. അത് അവസാനിച്ച സമയത്തെ ദിവാൻ ME വാട്സ് ആണ്. സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്തു പത്മനാഭനാണ്. അതിന് നിർദ്ദേശം നൽകിയത് മഹാത്മാഗാന്ധിയാണ്. അതുപോലെ തന്നെ 23,000 പേർ ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കപ്പെട്ടത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്.